Hi dears, welcome back to my YouTube channel. ഇന്നൊരു ബുക്ക്മാർക്ക് റെസിൻ ആർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ഫെദറിൻ്റെ ഒരു സിലിക്കൺ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കപ്പ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മേക്കപ്പ് പൗഡേഴ്സ് ആഡ് ചെയ്യുവാണ്. പിങ്ക് കളറ്, അതുപോലെ ബ്രൗൺ കളറ്, അതുപോലെ ഒരു ബ്ലൂ കളറ് മേക്കപ്പ് പൗഡേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു കപ്പിൽ 2:1 റേഷ്യോയിൽ റെസിനും ഹാർഡനറും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു മിൽക്ക് ഗാലക്സി കളർ തീമിലുള്ള ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത റെസിന് ഓരോ കപ്പിലെ മേക്കപ്പ് പൗഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൗൾഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പിങ്ക് ആണ് ഒഴിച്ചത്. സെക്കൻഡായിട്ട് ഏറ്റവും ഫെദറിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ബ്ലൂ കളർ ആഡ് ചെയ്തു. മിച്ചം ഉണ്ടായിരുന്ന കുറച്ച് കളേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബ്രൗൺ മേക്കപ്പ് പൗഡർ റെസിനിലോട്ട് ആഡ് ചെയ്തു. കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺസ് സെൻട്രലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് ബ്രൗൺ കളറ് റെസിൻ മിക്സ് ആഡ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആഡ് ചെയ്യേണ്ടായിരുന്നു തന്നെയാണ് തോന്നിയത്. അപ്പോൾ 24 hours കഴിഞ്ഞപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഡ്രൈ ആയിട്ട്. ഇനി ഇത് മോൾഡിൽ നിന്ന് നമ്മളൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് മോൾഡിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു മാർക്കറാണ് എടുത്തിരിക്കുന്നത്. റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഗോൾഡൻ മാർക്കർ എടുത്തിട്ട് ഫെദറിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെസിൻ വർക്കിനൊക്കെ കുറച്ച് എലഗൻ ലുക്ക് കിട്ടാനായിട്ട് ഏതെങ്കിലും ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളറ് മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പ്രത്യേക ഭംഗി തന്നെ കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് എഡ്ജസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ടാസൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ബുക്ക് മാർക്കിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിൻ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതൊരു ബുക്കിലോട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതിന് ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഞാനതെല്ലാം അപ്ലോഡ് ആക്കുന്നതാണ്. ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വേണം. അതുവരെയ്ക്കും ബായ്.